ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. സമ്പത്തിൻ്റെ പെരുമഴയുണ്ടാകും. സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു. ഈ രാശിക്കാർക്ക് രാജകീയമായ ജീവിതമാണ് വന്നു ചേരുവാൻ പോകുന്നത്. ചൊവ്വ മിഥുനം രാശിയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള രാശിഫലമാണ്. പാപഗ്രഹങ്ങൾ ഏറ്റവും കുറച്ച് രാശികളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഗുണഫലദാതാക്കൾ ആകുകയുള്ളൂ. ചൊവ്വ 3, 6, 11 എന്നീ കോറുകളിലാണ് അനുകൂലവാനാകുന്നത്. 2024 ആഗസ്റ്റ് 26 മുതൽ ഒക്ടോബർ 20, അതായത് 1200 ചിങ്ങം 10 മുതൽ തുലാം 4 വരെ ഏകദേശം 54 ദിവസം കുജൻ അഥവാ ചൊവ്വ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വയുടെ ശത്രുഗ്രഹമായ ബുധൻ്റെ വീടാണ് മിഥുനം രാശി. ശത്രുഗ്രഹത്തിലെ ചൊവ്വ ദുർബലനുമാണ്. സെപ്റ്റംബർ 5 വരെ ചൊവ്വ മകയിരം നക്ഷത്രത്തിലും സെപ്റ്റംബർ 29 വരെ തിരുവാതിരയിലും തുടർന്ന് പുണർദത്തിലും സഞ്ചരിക്കുന്നു. ഈ കാലയളവിൽ ചൊവ്വയെ ശുഭഗ്രഹങ്ങളോ പാപഗ്രഹങ്ങളോ ദൃഷ്ടി ചെയ്യുന്നില്ല എന്നതും സ്മരണീയമാണ്. ചന്ദ്രനൊഴികെ മറ്റൊരു ഗ്രഹവും മിഥുനം രാശിയിൽ ചന്ദ്രനുമായി ഒത്തുചേരുന്നതുമില്ല എന്നതും വളരെയധികം ഗുണകരമാണ്. പാപഗ്രഹങ്ങൾ ഏറ്റവും കുറച്ച് രാശികളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഗുണഫലദാതാക്കൾ ആകുന്നുള്ളൂ. ചൊവ്വ 3, 6, 11 എന്നീ രാശികളിലാണ് അനുകൂലവാനാകുന്നത്. അതായത് ചൊവ്വ മിഥുനത്തിൽ സഞ്ചരിക്കുമ്പോൾ മിഥുനം 3-ാം രാശിയായി വരുന്ന മേടരാശിക്കാർക്കും അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം, മിഥുനം 6-ാം രാശിയായി വരുന്ന മകരരാശിക്കാർക്കും അതായത് ഉത്രാടം 1/4, തിരുവോണം അവിട്ടം ആദ്യ പകുതി, മിഥുനം 11-ാം രാശിയായി വരുന്ന ചിങ്ങരാശിക്കാർക്കും മകം പൂരം ഉത്രം 1/4 കാൽ. ഈ രാശിക്കാർക്ക് മാത്രമാണ് ചൊവ്വ നേട്ടങ്ങൾ സമ്മാനിക്കുന്നത്. മിഥുനം രാശിയിൽ അതായത് ജന്മത്തിൽ ചൊവ്വ, കർക്കിടകം രാശിയിൽ 12-ൽ ചൊവ്വ, വൃശ്ചിക രാശിയിൽ അഷ്ടമത്തിൽ ചൊവ്വ എന്നിവർക്കും ദോഷാധിക്യം വരാം. ബാക്കിയുള്ള 6 രാശിക്കാർക്കും അതായത് ഇടവം രാശി, കന്നി രാശി, തുലാം രാശി, ധനു രാശി, കുംഭം രാശി, മീനം രാശി ചൊവ്വയുടെ മിഥുന രാശി സഞ്ചാരം ദോഷത്തിന് മുൻതൂക്കമുള്ള ഗുണദോഷ സമ്മിശ്രമായ കാലമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ചൊവ്വയുടെ മിഥുന രാശി സഞ്ചാരത്തിൻ്റെ ഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ഏതൊക്കെ സൗഭാഗ്യങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം. ചൊവ്വ സഞ്ചരിക്കുന്നത് 3-ാം ഇടമായ മിഥുനം രാശിയിലാണ്. ചൊവ്വ ഗോചരത്തിൽ 3-ാം ഭാവത്തിൽ അനുകൂലാവസ്ഥയിൽ സഞ്ചരിക്കുന്നു. കഴിവുകൾ നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കും. അവ പ്രവൃത്തിയെ സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിത നിലവാരം വളരെയധികം ഉയർത്താൻ ഉതകുകയും ചെയ്യുന്ന സമയമാണ്. നിങ്ങളുടെ എതിരാളികളുടെ പ്രവൃത്തികൾ പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രവർത്തനങ്ങളെ കൃത്യമായി തിരിച്ചറിയുവാനും അവയെ പ്രതിരോധിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായ ക്ലേശങ്ങൾക്ക് പരിഹാരമെല്ലാം വന്നു ചേരുന്ന സമയമാണ്. പിണങ്ങിക്കഴിഞ്ഞ സഹോദരങ്ങൾക്കിടയിൽ വീണ്ടും സൗഹൃദവും സ്നേഹബന്ധവും തെളിയും. ചൊവ്വ ഭൂമി കാരകഗ്രഹം ആകയാൽ വസ്തു വാങ്ങുക, വിൽക്കുക തുടങ്ങിയവയിൽ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗം വളരെയധികം ഉണരുന്നതാണ്. പദവി ഉയരുവാനോ അധികാരമുള്ള ചുമതല ലഭിക്കുവാനോ ഇടയുണ്ട്. നിങ്ങളുടെ മനസ്സിലെ എല്ലാവിധ പ്രശ്നങ്ങളും അകന്നു നീങ്ങുന്നതാണ്. ഏതു വിഷയത്തെക്കുറിച്ചായാലും ശക്തമായ തീരുമാനം കൈക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും നിങ്ങൾക്ക് കഴിയും. മാനസിക ബലം ജീവിത പുരോഗതിക്ക് വളരെയധികം സഹായകരമാകുന്ന സമയമാണ്. മേടം രാശിക്കാർക്ക് ചൊവ്വയുടെ രാശി മാറ്റം മൂലം വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി മകയിരം 1, 2 പാദങ്ങൾ. 2-ാം ഭാവമായ മിഥുനത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ചൊവ്വ ഒട്ടാകെ അനിഷ്ടകാരിയാണ് 2-ാം ഇടത്തിൽ എന്നു തന്നെ പറയാം. വാക്സ്ഥാനം, വിദ്യാസ്ഥാനം, കുടുംബസ്ഥാനം, ധനസ്ഥാനം എന്നിങ്ങനെയുള്ള പേരുകളുണ്ട് 2-ാം ഇടത്തിന്.
ഈ വിഷയങ്ങളെല്ലാം ചൊവ്വയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. വാക്കുകൾ സ്ഥാനത്തും അസ്ഥാനത്തും പരുഷമാകുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങളോ ശ്രദ്ധക്കുറവോ വരുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയ്ക്ക് ഭംഗം സംഭവിക്കുവാൻ ഇടയുണ്ട്. ധനവരവ് പ്രതീക്ഷിച്ച രീതിയിൽ ഉയരുകയില്ല. മുൻ കടബാധ്യതകൾ സ്വൈര്യ ജീവിതത്തിന് കാരണമാകുന്നതാണ്. ചൊവ്വ അഷ്ടമത്തിലേക്ക് നോക്കുകയാൽ ആരോഗ്യ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു സമയം കൂടിയാണ്. മറ്റു ഗ്രഹങ്ങളുടെ അനുകൂലത, ദശാപഹാരം എന്നിവയിൽ ചിലപ്പോൾ ചൊവ്വയുടെ ദോഷഫലങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര പുണർതം 1, 2, 3 പാദങ്ങൾ. ജന്മരാശിയിലാണ് ചൊവ്വയുടെ സഞ്ചാരം. ജന്മരാശി 8-ാം ഇടം, 12-ാം ഇടം എന്നിവയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഒരു പാപഗ്രഹത്തിൻ്റെ ക്രൗര്യം അഥവാ ദോഷഫലശക്തി പുറത്തു ചാടുന്നത്. അതിനാൽ മിഥുനം രാശിക്കാർ ആരോഗ്യപരമായും മാനസികപരമായും വളരെയധികം കരുതൽ പുലർത്തേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ശത്രുക്കളെ ഒരു രീതിയിലും തിരിച്ചറിയുവാൻ കഴിഞ്ഞെന്ന് വരില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ട ഒരു സമയമാണ്. ദുഷ്കീർത്തിയോ ദുരാരോപണങ്ങളോ വരാം. ഇഷ്ടജനങ്ങളുമായി പിണക്കം സമ്പാദിക്കുവാൻ ഇടയുണ്ട്. മുതൽ മുടക്കുകൾക്ക് കാലം അനുകൂലമല്ല. കുടുംബാംഗങ്ങളുടെ ഐക്യം നിലനിർത്തുവാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. വാഹനം, യന്ത്രം, അഗ്നി എന്നിവയുമായി ഉപയോഗത്തിലുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സ്വന്തം ഗ്രഹനിലപ്രകാരം നല്ല ദശാപഹാരം നടക്കുകയാണെങ്കിൽ ചൊവ്വയുടെ ഗോചരദോഷം ലഘൂകരിക്കപ്പെടും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം 4-ാം പാദം, പൂയം, ആയില്യം 12-ാം ഭാവത്തിലാണ് ചൊവ്വ. അനിഷ്ടഫലങ്ങളാകും പ്രായമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. പ്രതീക്ഷിക്കാതെയുള്ള യാത്രകൾ ഉണ്ടാകും. കബളിപ്പിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവത്തെ വളരെയധികം കരുതിയിരിക്കേണ്ട ഒരു സമയമാണ്. സാമ്പത്തികമായുള്ള അച്ചടക്കം ഏറ്റവും അനിവാര്യമായ ഒരു സമയം കൂടിയാണ്. പൊതു സംരംഭങ്ങൾക്ക് മുതലിറക്കുന്നത് വളരെയധികം ചിന്തിച്ചിട്ടാവണം. ബിസിനസ്സിൽ അല്പമാത്രമായ ലാഭം മാത്രം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സഹോദരാനുകൂല്യം ലഭിക്കണമെന്നില്ല. ഔദ്യോഗിക രഹസ്യങ്ങൾ മറ്റുള്ളവരോട് ഒരു രീതിയിലും പങ്കുവയ്ക്കരുത്. വിദേശത്ത് ജീവിക്കുന്നവർക്ക് വിസ മൂലമുള്ള പ്രശ്നങ്ങൾ വരുവാൻ ഇടയുണ്ട്. ഭൂമി ക്രയവിക്രയത്തിന് തൽക്കാലം തുനിയാതിരിക്കുന്നതാണ് ഉചിതം. ദേഹക്ലേശം വർദ്ധിക്കുന്നതാണ്. ആരോഗ്യ പരിശോധനകളിൽ അമാന്തമരുത്. ദശാപഹാരമനുസരിച്ച് ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം 1-ാം പാദം. ചൊവ്വ 11-ാം ഇടത്തിൽ സഞ്ചരിക്കുന്നു. മിഥുനം രാശിയിൽ ചൊവ്വയുടെ ഈ ഗോചരത്തിൻ്റെ ഏറ്റവും അനുകൂലമായ ഫലം കിട്ടുന്നവർ ചിങ്ങം രാശിക്കാരാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം സിദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കമിതാക്കളുടെ വിവാഹ സ്വപ്നം സഫലമാകും. കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യും. നിങ്ങളുടെ ബിസിനസ്സിലെ എല്ലാവിധ മാന്ദ്യങ്ങളും നീങ്ങി വളരെയധികം ഉയർച്ച പ്രകടമായി തുടങ്ങും. ഭൂമിയിൽ നിന്നും പ്രതീക്ഷിച്ചതിലധികം വരുമാനം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാനുള്ള വഴികൾ തെളിയും. സ്ഥലം മാറ്റം, പദവിയിൽ ഉയർച്ച എന്നിവയെല്ലാം ഉദ്യോഗസ്ഥന്മാർക്ക് സാധ്യമാകുന്നതാണ്. പൊതുപ്രവർത്തകർ സംഘടനകളുടെ നേതൃത്വ പദവിയിൽ വന്നെത്തുവാനുള്ള അവസരം സിദ്ധിക്കും. നിങ്ങളുടെ എല്ലാവിധ എതിർപ്പുകളെയും മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മനസ്സിനും ദേഹത്തിനും പുതിയ ഒരു ഉണർവ് അനുഭവപ്പെടുന്ന സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം 2, 3, 4 പാദങ്ങൾ. അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ. 10-ാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് ചില അധികാരങ്ങൾ ലഭിക്കാം. എന്നാൽ ദുർഘടമായ ചുമതലകൾ കിട്ടുന്നതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹകരണം വേണ്ടത്ര കിട്ടുന്നില്ലെന്ന ഒരു തോന്നൽ അനുഭവപ്പെടും. എന്നാൽ കാര്യസാധ്യത്തിനായി അവരെ ആശ്രയിക്കേണ്ടി വരും. രാഷ്ട്രീയത്തിൽ ശത്രുക്കളെ നേരിടേണ്ട ഒരു സ്ഥിതി സംജാതമാകും. നേതൃപദവി ഒഴിയുവാൻ വളരെയധികം സമ്മർദ്ദമേറുന്നതാണ്.
സ്വാശ്രയ തൊഴിൽ ചെയ്യുന്നവർക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ പരസ്യങ്ങളെ ഒരുപാട് ആശ്രയിക്കേണ്ട ഒരു നില വന്നു ചേരും. തന്മൂലം ലാഭം കുറയുന്നതാണ്. ഗൃഹത്തിലും ചെറു കലഹങ്ങൾ വരുവാനിടയുണ്ട്. കടബാധ്യത ഗഡുക്കളായി തീർക്കുവാനുള്ള ശ്രമം തുടരുന്നതാണ്. തീർത്ഥാടന യാത്രകൾ നീട്ടിവെക്കുവാനുള്ള സാധ്യതയും വന്നു ചേരും. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി വിശാഖം 1, 2, 3 പാദങ്ങൾ. തുലാം രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലാണ് കുജൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ വളരെയധികം ഭാഗ്യ അനുഭവങ്ങൾ തടസ്സപ്പെടുവാനോ ശുഷ്കമാകുവാനോ ഇടയുണ്ട്. കുജ സഞ്ചാരം ധർമ്മപ്രവൃത്തികൾക്ക് തുരങ്കം വയ്ക്കും. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു കാലമാണ്. പ്രതീക്ഷിച്ച നേട്ടം, പദവി എന്നിവയെല്ലാം വൈകുവാൻ ഇടയുണ്ട്. തീർത്ഥാടനത്തിലുള്ള ആസൂത്രണം മാറ്റിവെക്കപ്പെടും. ദൈവിക സമർപ്പണം നീണ്ടുപോകുന്നതാണ്. നിങ്ങളുടെ പിതാവിനോ ഗുരുവിനോ ക്ലേശങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ വാക്കുകൾ മുതിർന്ന ആളുകളെ വേദനിപ്പിക്കും. പുതുജോലിയിൽ പ്രവേശിക്കുവാൻ വളരെയധികം തടസ്സങ്ങൾ വന്നെത്തിയേക്കും. ചെറിയ ദൗത്യങ്ങൾ വിജയിക്കുന്നതാണ്. ലഘു സംരംഭങ്ങൾ വളരെയധികം ലാഭകരമാകാം. കടബാധ്യതയെല്ലാം പെരുകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് തുലാം രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം 4ാം പാദം, അനിഴം തൃക്കേട്ട. അഷ്ടമസ്ഥാനത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. പ്രതികൂല ഭാവമായി അഷ്ടമം പരിഗണിക്കപ്പെടുന്നു. ആ ഭാവത്തിലൂടെ പാപഗ്രഹങ്ങൾ കടന്നു പോകുന്നത് സകാരണവും അകാരണവുമായ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കും. കലഹപ്രേരണ, ദുർവാസനകൾ എന്നിവയെല്ലാം വളരെയധികം നിയന്ത്രിക്കപ്പെടേണ്ട ഒരു സമയമാണ്. വാഹനം, വൈദ്യുതി, അഗ്നി, യന്ത്രം എന്നിവയുടെ ഉപയോഗത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. പഠന വിദ്യാർത്ഥികൾക്ക് ഗ്രഹണശക്തി വളരെയധികം കുറയും. തുല്യരല്ലാത്ത ആളുകളോട് മത്സരിക്കരുത്. സഹോദരങ്ങളുടെ കാര്യത്തിൽ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നത് കലഹത്തിന് വഴിവെക്കും. ഭൂമി വ്യാപാരത്തിൽ അമളി പറ്റുവാനിടയുണ്ട്. നിങ്ങളുടെ കഠിന അധ്വാനത്തിന് എളിയ ലാഭം മാത്രമായിരിക്കും വന്നെത്തുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് ധനം കൈവശമെത്തും. എന്നാൽ ദുർവ്യയം ഉണ്ടാക്കാതെ നോക്കേണ്ട ഒരു സമയമാണ്. സ്വന്തം ജാതകമനുസരിച്ച് അനുകൂലമായ ദശാപകാരങ്ങൾ നടക്കുകയാണെങ്കിൽ ചൊവ്വയുടെ പ്രകരശേഷി അനുഭവപ്പെടുകയുമില്ല. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം 1ാം പാദം. ചൊവ്വ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. പ്രണയികൾക്ക് പ്രതികൂലമായ സമയമാണ്. ഈ കാലയളവിൽ പ്രണയഭംഗത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അല്ലെങ്കിൽ പ്രണയത്തിൽ വീട്ടുകാരുടെ ഇടപെടൽ ഭവിച്ചേക്കാം. ദാമ്പത്യത്തെയും 7ലെ ചൊവ്വ ബാധിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര വിശ്വാസക്കുറവുണ്ടാകുന്നതാണ്. അന്യോന്യം കുറ്റപ്പെടുത്തുകയും തമ്മിൽ പിരിയുവാനുള്ള രീതിയിലേക്ക് നീങ്ങാം. അനുരഞ്ജനം അനിവാര്യമായ കാലഘട്ടമാണ്. കൂട്ടുകച്ചവടക്കാർ തമ്മിലുള്ള ഐക്യം നഷ്ടമാകുവാൻ ഇടയുണ്ട്. ആകയാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാൻ നിർബന്ധിതരാകും. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ആളുകൾക്ക് വളരെയധികം തടസ്സങ്ങൾ വന്നെത്തുന്നതാണ്. മറ്റുള്ള ഗ്രഹങ്ങളുടെ ഗോചര അനുകൂലത ചൊവ്വ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കുവാൻ സഹായിച്ചെന്നു വരാം. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം 2, 3, 4 പാദങ്ങൾ. തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ. ചൊവ്വ ഇഷ്ടഭാവമായ 6ാം ഇടത്തിൽ സഞ്ചരിക്കുന്നു. അതിനാൽ നേട്ടങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ചെറിയ പ്രയത്നത്താൽ തന്നെ എല്ലാവിധ കാര്യങ്ങളും സഫലമാകും. ബന്ധുക്കൾ തമ്മിലുള്ള പിണക്കം മാറി ഐക്യത്തിലാകും. സ്വതന്ത്ര ചിന്താഗതി മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു സമയമാണ്. ശത്രുക്കളെ പിന്തള്ളി നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം വിജയപഥത്തിലെത്തിക്കുവാൻ കഴിയും. ഭൂമിയുടെ ക്രയവിക്രയം വളരെയധികം ലാഭകരമാവുന്നതാണ്. നിങ്ങളുടെ ഗൃഹനിർമ്മാണത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറാം. പുതിയ സംരംഭങ്ങൾ സാക്ഷാത്കരിക്കും. സഹോദരങ്ങളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നെത്തുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാൻ ആലോചിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ആരോഗ്യപരമായ പരിശോധനകൾ വളരെയധികം തൃപ്തിയേകുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ കടക്കെണിയിൽ നിന്നും പുറത്തു വരുവാനുള്ള വഴി തെളിയുന്നതാണ്. സാമ്പത്തികമായ സമാശ്വാസം പ്രതീക്ഷിക്കാം.
പൊതുവെ കർമ്മരംഗത്തും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് മകരം രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ. ചൊവ്വ 5-ാം ഭാവത്തിലായി സഞ്ചരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ആശയക്കുഴപ്പം അനുഭവപ്പെടും. വേണോ വേണ്ടയോ എന്ന ഒരു തീരുമാനം പുലരുന്നതാണ്. തീരുമാനങ്ങളെല്ലാം വളരെയധികം നീണ്ടുപോകും. വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ കാലഹരണപ്പെട്ട വിഷയങ്ങളുടെ പഠനത്തിന് സമയം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. കാര്യാലോചനയില്ലാത്ത കാര്യങ്ങളിൽ ഒരു രീതിയിലും നിങ്ങൾ ശോഭിക്കപ്പെടില്ല. അടിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുവാൻ ബാധ്യസ്ഥരാകും. പ്രത്യുൽപ്പന്ന മിതത്വത്തിനു പകരം വൈകാരിക പ്രതികരണങ്ങൾക്ക് മുതിരുന്നതാണ്. മക്കളുടെ ഭാവി കാര്യങ്ങളെ ചൊല്ലി വളരെയധികം തർക്കങ്ങളുണ്ടാകാം. ചിലപ്പോൾ ശത്രുക്കളുടെ ധനം ഉപയോഗിച്ച് കാര്യം നേടേണ്ട ഒരു അവസ്ഥ വന്നുചേരും. ഭൂമിയിൽ നിന്നും പേരിനെങ്കിലും ആദായം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സഹോദരന്മാരുടെ സ്ഥാനത്തു നിന്നും വളരെയധികം സഹായവും സഹകരണവും വന്നെത്തുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി. ചൊവ്വ 4-ാം ഭാവത്തിലൂടെ കടന്നു പോകുന്നു. മനക്ഷോഭം വളരെയധികം ഉയരുന്ന ഒരു സമയമാണ്. ഭൗതികമായി തീരുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം വൈകാരികമായി പരിഗണിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി കലഹം വരാതെ നോക്കേണ്ട ഒരു സമയമാണ്. അടുത്ത ബന്ധുക്കളോട് കയർത്ത് സംസാരിക്കുവാനുള്ള സന്ദർഭം ഉണ്ടാകും. ഗാർഹിക അന്തരീക്ഷത്തിൽ സമാധാനം വളരെയധികം കുറയുന്നതാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ ശാന്തതയ്ക്ക് ഭംഗം വരുവാനിടയുണ്ട്. പ്രണയത്തിലും ദാമ്പത്യത്തിലും വളരെയധികം സ്വൈര്യക്കേടുകൾ വന്നെത്തുന്ന ഒരു സമയമാണ്. ഗൃഹനിർമ്മാണം മെല്ലെയാകും. പാരമ്പര്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് വ്യവഹാരത്തിന് സാധ്യതയുണ്ട്. സാമ്പത്തികമായി സാമാന്യമായ നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സാഹസികമായ കർമ്മങ്ങൾക്ക് ഒരു രീതിയിലും മുതിരരുത്. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യ പരിശോധനകളിൽ ഒരു രീതിയിലുമുള്ള അലംഭാവം കാണിക്കരുത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.